നമസ്കാരം. നമ്മുടെ നാടിൻ്റെ അവസ്ഥയോർത്ത് നമ്മൾ വേദനിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അനുഭവിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊരു പരിഹാരമില്ല. അപ്പം ഞാനൊരു പെക്കടിച്ചുകൊണ്ട് തുടങ്ങാം. ആ എന്നാലേ കഥ പറയാനൊരു സുഖമുള്ളൂ. ഇന്ന് രാവിലെ വെളുപ്പിനെ 1:05 ഉണരാനുള്ള കാരണം അതിൻ്റെ കുറ്റക്കാരൻ നമ്മുടെ മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ നേരം വിളക്കുമ്പം കാണുമായിരിക്കും. ആറളം ഫാമിൽ ഒരു ഭാര്യയും ഭർത്താവിനെയും കൂടെ ആന ആക്രമിച്ചു കൊന്നു. നാച്ചുറലി അത് പാവങ്ങളായിരിക്കും, ദരിദ്രവാസികളായിരിക്കും. അതുകൊണ്ട് അതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നും വരാൻ പോകുന്നില്ല. എങ്കിൽ പോലും ആ വാർത്തയാണ് ഗൂഗിളിൻ്റെ അലേർട്ട് എന്നെ വിളിച്ചുണർത്തിയത്. സാധാരണ രാത്രികാലങ്ങളിൽ വരുന്ന എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഇത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്നെ അലേർട്ട് ചെയ്യാറുണ്ട്. അത് തുടരെ അലേർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്താണ് സംഭവം എന്നറിയാൻ കണ്ട് ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കണ്ട വാർത്തയാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. അത് കണ്ടിട്ട് വളരെ വേദന തോന്നി. കാരണം ഇപ്പം 3-4 ദിവസം മുമ്പാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ ജനങ്ങളെ ആദിവാസി, പിന്നെ SC/ST, അല്ലെങ്കിൽ ക്രിസ്ത്യാനി, മുസ്ലിം ഇങ്ങനെയൊന്നും തിരിച്ച് ഞാൻ കാണാറില്ല. സാധു ജനങ്ങൾ. അതിലൊരുത്തൻ ഒരു സാധു ചത്തിട്ട് അവനൊരു മാങ്ങാത്തൊലിയും കിട്ടി കാണത്തില്ല. കാര്യം അവൻ്റെ പിന്നിൽ പോകാൻ ആളില്ല. ഇപ്പം ഇന്ന് ഈ ചത്തവർക്ക് രാത്രിയിൽ ഒരു ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ട്. നേരം വെളുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെയൊക്കെ ഭാവം എന്താകും നമുക്ക് പറയാൻ കഴിയില്ല. ഈ കോത്താഴത്തെ വാർത്ത കണ്ടിട്ട് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പല പല കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് നിങ്ങൾ അറിയേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കെതിരെ എൻ്റെ അടുത്ത ബന്ധുക്കളും എന്നെ അടുത്തറിയാവുന്ന ആൾക്കാരും ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ആരോപണം, എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ കിടന്നുറങ്ങിക്കളി. കാര്യം നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും കാണാതിരിക്കാനും അറിയാതിരിക്കാനും ഞാൻ നോക്കിയിട്ടുള്ള ഏറ്റവും നല്ല മരുന്ന് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ കരുതും ഒരാൾ എത്ര ദിവസം ഉറങ്ങും, എത്ര മണിക്കൂർ വരെ ഉറങ്ങുമെന്ന്. ഞാൻ വേണമെങ്കിൽ ഒരു മാസം വരെ വേണമെങ്കിലും കിടന്ന് രാപകലില്ലാതെ ഉറങ്ങിക്കളയാം, എനിക്കൊരു പ്രശ്നം. പക്ഷെ ഇത്തരം വാർത്തകൾ എന്നെ അലട്ടാതിരുന്നാൽ മതി. വേറെ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും കാരണം എനിക്ക് ഉറക്കം വരാഴിയൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള എനിക്ക് ഈ രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മൈരാളികളെ നീയൊന്നും ശരിയല്ല, നിന്റെയൊക്കെ കൊടുക്കത്തെ പോക്കാണ്. നീയൊക്കെ വോട്ട് ചെയ്ത് ഭരിക്കാൻ വെച്ചേക്കുന്ന അവന്മാരെ നീയൊക്കെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പെക്കൂടെ അടിക്കാം, എന്നാലല്ലേ നിന്നെയൊക്കെ 4 തെറി വിളിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? ഇങ്ങനെയല്ലേ നമ്മുടെ ഒരു നാട്ടു നടപ്പ്. അപ്പം അതവിടെ നിൽക്കട്ടെ. ഉറക്കം വരാതിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ നമുക്ക് 2000 മുതൽ 2025 വരെയുള്ള ചെങ്ങന്നൂരിൻ്റെ കഥകൾ പറയാം. ഈ കഥയിൽ കഥാപാത്രങ്ങളൊന്നുമില്ല. കഥാപാത്രങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയും കേസും ആവും. അതിന് സമയമില്ല, കാശില്ല. ഒന്നാമത്തെ കാര്യം കാശില്ല കേസ് നടത്താൻ. അതുകൊണ്ട് ഈ കഥയിൽ കഥാപാത്രങ്ങളൊന്നുമില്ല. ഞാൻ കണ്ട ചെങ്ങന്നൂരിനെ പറ്റി ഒരു വിശദീകരണം തന്നങ്ങ് പോവുകയാണ്. ഞാൻ 2000-ലാണ് നാട്ടിൽ വരുന്നത്. ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് അന്നത്തെ ചെങ്ങന്നൂരിലെ പ്രധാന വരുമാന സ്രോതസ്സുകളായിരുന്നു ആറ്റിലെ മണലുവാര്, മണൽ കടത്ത്, പിന്നെ മല മാന്തൽ, മണ്ണെടുപ്പ്. നമ്മുടെ നാട്ടിലെ പല പ്രമുഖ വ്യക്തികളും അന്ന് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലായിരുന്നു. അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് ഞാൻ ചെങ്ങന്നൂരിൻ്റെ ഉള്ളറകൾ തപ്പിച്ചെല്ലുന്നത്. ചെന്നപ്പോഴാണ് ചെങ്ങന്നൂർ എന്താണ് സത്യത്തിലെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത്. കാര്യം വേറെ ജോലിയും വിലയൊന്നും ഇല്ലല്ലോ. വന്നപ്പം കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ട്, പുട്ടടിക്കാം. പിന്നെ വീട്ടിൽ എത്ര ഒന്നും കണ്ട തിന്നും കുടിച്ചിരിക്കുന്നത്. പിന്നെ കുറെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അതും കാലത്തും വൈകിട്ടും അപ്പോൾ ജോലി ചെയ്യുന്നത്.
അത് കാരണം ബാക്കി സമയമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അന്നാണ് ചെങ്ങന്നൂരിൽ പാലിയേറ്റീവ് കെയറും ഒക്കെ നടത്തി. ഇന്നത്തെ യുവജനങ്ങൾ നന്മ മരങ്ങൾ പാലിയേറ്റീവ് കെയറിനെ പറ്റിയൊക്കെ വാചാലമാകുന്നത് കാണാം. പാലിയേറ്റീവ് കെയറിന്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ മുൻപ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തുടരുന്നില്ല, പറയാത്ത കാര്യങ്ങൾ ഇനി പറയാം. അപ്പൊ അങ്ങനെ ഈ മണ്ണെടുപ്പ്, ആറ്റിലെ മണൽ കടത്ത്, ഇതിനൊക്കെ റവന്യൂ വകുപ്പിന്റെയും ജിയോളജി വകുപ്പിന്റെയും ചെങ്ങന്നൂരിലെ പോലീസിന്റെ സമയാസമയങ്ങളിൽ ചെങ്ങന്നൂർ ഭരിച്ചിട്ടുള്ള എല്ലാ പോലീസ് ഏമാമാരുടെയും ഒക്കെ കൃത്യമായ ഒത്താശയോടും സപ്പോർട്ടോടും കൂടി ചെങ്ങന്നൂർ ഭരിച്ച രാഷ്ട്രീയക്കാരന്റെ എല്ലാം സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഈ സർവ്വ കലാപരിപാടികളും നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ചെങ്ങന്നൂരിനൊരു ചരിത്രമുണ്ട്. ചെങ്ങന്നൂരിലെ മഹനീയരായ ജനങ്ങള് അവര് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങത്തില്ല. സന്ധ്യയ്ക്ക് മുമ്പ് എല്ലാം അടച്ചു പൂട്ടി പരിക്കാൻ തീർന്നു. അത് കഴിഞ്ഞാൽ ഇറങ്ങുന്നവരെല്ലാം മഫിയകളാണ്. അന്ന് 2000 ഒരു 18-19 വയസ്സൊക്കെ ആയ കുട്ടികളുടെയൊക്കെ പ്രധാന പണി ഇത്തരം വാഹനങ്ങൾക്ക്, ഇത്തരം മഫിയകൾക്ക് എസ്കോട്ട് പോകലായിരുന്നു അവരുടെ പണി. അന്ന് എസ്കോട്ട് പോകുന്നതിന് 1000-500 രൂപയും കിട്ടും, ഓടിക്കാൻ വണ്ടി കിട്ടും. അക്കാലത്ത് 25 വർഷം മുൻപ് ആ കുട്ടികൾക്കൊക്കെ ഒരു വണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലികറാമലയായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നിമിഷം കൊണ്ട് വണ്ടി എടുക്കും. അത് വേറെ സത്യം. കാശില്ലാലും വേണ്ടില്ല. കാശൊക്കെ ഇന്നലെ കാശ് ഇപ്പം വണ്ടി എടുക്കുന്നതിന്. അന്ന് ഈ എസ്കോട്ട് ടീമുകളെ നിയന്ത്രിക്കാൻ വേണ്ടി അവിടുത്തെ രാഷ്ട്രീയ പെമ്പുകൾ നിയോഗിച്ചവരായിരുന്നു. ഒരു 7-8, മാക്സിമം 8, അതിന് മേളിലില്ല, 8 ഗുണ്ട ഗ്യാങ്ങുകൾ ഉണ്ടായി. ഈ ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന മാതിരി പരസ്പരം പെട്ടില്ല. പകരം ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ജനങ്ങളെ തല്ലി ഒതുക്കാനുമാണ്. കൊട്ടേഷൻ, കൂലിത്തല്ലിന് പോകാനും ഒക്കെ ആയിരുന്നു അന്ന് ചെങ്ങന്നൂരിലെ ഈ 7-8 ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നത്. വളരെ സന്തോഷപൂർവ്വം ഒരു കാര്യം പറയാം. അന്നത്തെ ഈ കൂലിത്തല്ലുകാരായിട്ടുള്ള ഈ ഗ്യാങ്ങുകളിൽ ഇന്ന് അവശേഷിക്കുന്നത് വിരലിലെണ്ണാവുന്നവർ പോലും ഇല്ല. ജീവിച്ചിരിക്കുന്നവര് അവരെയാണ് ഞാൻ പറഞ്ഞത്. അതിലെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടുകാരന് ഒരു കാറ്റുണ്ടായിരുന്നു. കാറ്റ് ചെങ്ങന്നൂരുകാർക്കറിയാം ഈ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്തെ. ഇപ്പം കാറ്റും കൂറ്റും ഒക്കെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ തൊഴിച്ച് താവി കലക്കും. അന്ന് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെങ്ങന്നൂരിലെ വലിയ അറിയപ്പെടുന്ന കൊണ്ടയായിരുന്നു. ഇപ്പം അവൻ മിണ്ടത്തില്ല. പണ്ടേ അവൻ പേടിച്ചു തൂറിയാണത് വേറെ സത്യം. അന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കാം, പേടിച്ചു തൂറിയാണ്. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ പാവങ്ങളായിരുന്നു, സാധുക്കളായിരുന്നു. ഇവനെങ്ങനെ ആ ഗ്യാങ്ങിലൊക്കെ പെട്ടെന്ന് അറിയത്തില്ല. ചുമ്മാ ഫ്രീയിൽ തിന്നാൻ കിട്ടുന്നതുകൊണ്ട് പോയതായിരിക്കും. അതെന്തായാലും അപ്പൊ ഞാൻ കഴിഞ്ഞ സമയത്ത് ചെങ്ങന്നൂരിലെ ഗുണ്ടാ ഗ്യാങ്ങുകളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടണം. അതൊക്കെ പോലീസിന്റെ കയ്യിൽ കാണും. അത് തപ്പിയെടുക്കുന്ന പോലീസിന്റെ അടുത്ത് പലവട്ടം പോയി തായെന്നും പറഞ്ഞ് പോകാനും ഒന്നും എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് അതിന് പിന്നെ ഞാനത് പരിപാടി അങ്ങ് വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാൻ ഈ കാറ്റിനോട് ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന പഴയ ഗുണ്ടാ ഗ്യാങ്ങിൽപ്പെട്ടവരാരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് 1-2 പേര് വിരലിലെണ്ണാവുന്ന 1-2 പേര് ബാക്കിയുണ്ട്. അതിൽ ഈ കാറ്റിനോട് ഞാൻ ചോദിച്ചേടാ ഒരു ഇന്റർവ്യൂ ഇതാ, എന്നെ വളരെ അടുത്തറിയാം, ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇന്നലെ എന്നോട് ചോദിച്ചു എന്ത് ഇന്റർവ്യൂ ആണ്? ഞാൻ പറഞ്ഞിട്ട് പഴയ ഗുണ്ടാ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി പറഞ്ഞാൽ മതി. ഇവൻ പെട്ടെന്ന് അതൊന്നും പറ്റില്ല, അന്നും വേണ്ട എന്ന് പറഞ്ഞു പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്ഥലം വിട്ട്. ഇപ്പം വളരെ മര്യാദ, അന്നും മര്യാദക്കാരൻ തന്നെ ആവും കേട്ടോ. ഈ ഗ്യാങ്ങിലൊക്കെ പെട്ട് കൂലിത്തല്ലിലൊക്കെ നടന്നിട്ടുണ്ട്, വഴിപാടും കൊണ്ടൊക്കെ ആയിരുന്നു നടക്കുന്നതെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ നാട്ടിൽ ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ കാണുന്നത് വളരെ പാവപ്പെട്ട ചെറുക്കൻ, നല്ല ചെറുക്കനാണ്. എനിക്കവനെ ഇഷ്ടമാണ്. അങ്ങനെ അവനാ ഇന്റർവ്യൂ നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നെ ചെങ്ങന്നൂരിലെ ഒരു വലിയ മുസൽമാനായിരുന്നു, ചത്തുപോയി. അവര് പാരമ്പര്യമായിട്ട് കൂലിത്തല്ല് ടീമുകളായിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കെ. ചെങ്ങന്നൂരിലെ പഴയകാല ഒരു 1950-60 കാലത്ത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആളുകളെ കൊള്ളയടിക്കുന്ന ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴത്തെ യുവജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചെങ്ങന്നൂർ. രാത്രി ചെങ്ങന്നൂർ വരുന്ന ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ഇറങ്ങിയിട്ടായിരുന്നു ആ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അക്കാലത്ത് അവരെയൊക്കെ കൊള്ളയടിക്കുന്നതും അടി കൊടുക്കുന്നതും പിടിച്ചു പറിക്കുന്നതായിരുന്നു അന്നത്തെ ഗ്യാങ്ങുകളുടെ പണി. അങ്ങനെ ഈ ഗുണ്ടാ ഗ്യാങ്ങുകൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് ചെങ്ങന്നൂരിലെ രാഷ്ട്രീയക്കാരാണ്, വളർന്നു വന്ന രാഷ്ട്രീയക്കാരാണ്. 2000 കാലത്ത് ചെങ്ങന്നൂരിൽ വളരാൻ തുടങ്ങിയ രാഷ്ട്രീയക്കാരാണ്. 25 വർഷം മുൻപത്തെ കഥയാണ്. ഒരു പേക്കടിക്കും. അങ്ങനെ പോകുന്ന സമയത്താണ് അന്നാൽ ആലപ്പുഴ ഒരു പുതിയ SP വന്നു ഈ ഗുണ്ടാ ഗ്യാങ്ങുകളെ ഒതുക്കാൻ വേണ്ടി. അതെനിക്ക് വന്നത്
6-7 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഈ ആലപ്പുഴ എസ് പിയുടെ കഥ വരുന്നത്. അതിന് മുൻപ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഈ മണ്ണെടുപ്പും കൂലിത്തല്ലും ഒക്കെ ആയിട്ട് ചെങ്ങന്നൂരിലെ ഗ്യാങ്ങുകൾ, ചെങ്ങന്നൂരിലെ നേതാക്കന്മാർ വളരുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ ചാരായ നിരോധനം വരുന്നത്. ഏത് ചാരായമാണ്? മറ്റേ പട്ടച്ചാരായം എന്ന് പറയുന്ന സാധനം. അതൊന്നും മുക്കനും മൂലയ്ക്കും എല്ലാം ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ വെച്ച് സുഭിക്ഷമായിട്ട് മാടക്കടകളിൽ വരെ അത് വിൽക്കുന്ന സമയമാണ് ഈ 2000 കാലം എന്ന് പറഞ്ഞത്. അത് പെട്ടെന്ന് അങ്ങ് നിർത്തലാക്കുന്നു സർക്കാർ. നിർത്തലാക്കി കഴിഞ്ഞ ഉടനെ പിന്നെ ഒരു വരുമാനം വേണ്ടേ? വരുമാനത്തിന് വേണ്ടിയാണ് ഈ ഗുണ്ട ഗ്യാങ്ങുകൾ ഈ കഞ്ചാവ് പരിപാടികളിലോട്ട് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. ആ സമയത്ത് അന്ന് ഞാൻ പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഈ രീതി ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വ്യാപകമായിട്ട് കഞ്ചാവ് വിൽക്കപ്പെടുമെന്ന്. അന്ന് മാധ്യമങ്ങളൊന്നും ഇത് ചർച്ച ചെയ്യത്തില്ല, മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കത്തില്ല. കഞ്ചാവൊന്നും പിടിക്കാൻ അന്നത്തെ പോലീസിന് വലിയ താല്പര്യമില്ലായിരുന്നു, എക്സൈസിന് താല്പര്യമില്ലായിരുന്നു. അവരുടെയൊക്കെ വേണ്ട ഒത്താശയോടുകൂടിയാണ് ചില രാഷ്ട്രീയക്കാർ ഇവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുത്തത്. അങ്ങനെ ഈ കൂലിത്തല്ലുകാരാണ് ഈ കഞ്ചാവിലോട്ട് ആദ്യകാല തുടക്കം തുടങ്ങുന്നത്. പക്ഷെ അന്ന് ഇത്തരം വേദികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റു പറയാവുന്ന വേദികളിലൊക്കെ പറയും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേണ്ട സൂക്ഷിച്ചോണം, പോക്ക് ശരിയല്ല എന്ന്. അവിടെ മുതൽ അങ്ങോട്ട് പോകുമ്പോഴാണ് കഞ്ചാവ് കടത്തായിരുന്നു പ്രധാനം. പിന്നെ സ്പിരിറ്റ് കൊണ്ടുവരിക. ഈ പട്ടച്ചാരായം നിന്ന് പറയുകയാണ് പിന്നെ സ്പിരിറ്റിന്റെ ഇടപാടുകൾ വന്നത്. സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലൊന്ന്, വൻതോതിലൊക്കെ ആയിരുന്നു സ്പിരിറ്റ് വരുന്നത്. ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം സ്പിരിറ്റ് കച്ചവടം നടത്തുന്നത് എങ്ങനെയായിരുന്നു? അതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു ചെങ്ങന്നൂരായിരുന്നു. അതിനൊക്കെ നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. അക്കാലത്ത് ഞാൻ ഒരുപാട് വ്യാപാരികളെ എക്സൈസിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും ഒക്കെ പൊക്കിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു ഹോബി അതായിരുന്നു. എവിടെന്നേലും എനിക്കന്ന് വലിയ ഒരു എന്താ പറയുന്നത്, ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളായിട്ടൊക്കെ എനിക്ക് വലിയ കമ്പനിയായിരുന്നു. അപ്പം ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തെല്ലാം പെണ്ണുങ്ങൾക്ക് നമ്പർ കൊടുക്കും. ആരെങ്കിലും ചാരായം വയ്ക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറയും. അവർ വിളിച്ചു പറയും. അങ്ങനെയൊക്കെ അന്ന് ഒരുപാട് കലാപരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഗുണ്ട ഗ്യാങ്ങിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ഒരു പുതിയ SP വരുന്നു. അത് ആലപ്പുഴ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായിട്ട് വിവിധ ഗുണ്ട ഗ്യാങ്ങുകൾ വളർന്നു വന്നപ്പോഴാണ് ശല്യം സഹിക്കാൻ വയ്യാതെയാണ്. അന്ന് ഭരിച്ചവരാരാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതൊക്കെ ഇനി രണ്ടാമത് റിവ്യൂ ചെയ്യേണ്ട കാര്യങ്ങളെ ഞാൻ അതിനൊന്നും നേരം കാണുന്നില്ല. ഇപ്പം അതിലേക്ക് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ആ SP വന്നതിന് ശേഷമാണ് ഈ ഗുണ്ടകളെ ഒതുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്ക്വാഡ് ഉണ്ടാക്കുന്നത്. ആ സ്ക്വാഡ് ഉണ്ടാക്കി അന്ന് പല വിഷയങ്ങളിലും ബന്ധപ്പെട്ട് ഞാൻ പോലീസിൽ പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നത്തെ ഈ പറയുന്ന സ്ക്വാഡ് പിടിച്ച് ഈ ഗുണ്ട ഗ്യാങ്ങുകളെയൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, കയ്യിലെടുത്തു കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടിക്കുന്ന ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. കരിക്ക് തോർത്തിനകത്ത് കെട്ടിയും ഈ 5 കിലോ കെട്ടിയും 10 കിലോ കെട്ടിയൊക്കെ തോർത്തിനകത്ത് കെട്ടിയൊക്കെ ആയിരുന്നു ഇടിക്കുന്ന ഇടി. ആ ഇടിയുടെ ഒരു ഗുണം കൊണ്ടാണ് അന്ന് ഉണ്ടായിരുന്ന ഗ്യാങ്ങുകളിൽ ഒരൊറ്റ പുന്നാര മക്കൾ പോലും ഇന്ന് ശേഷിച്ചിരിപ്പില്ല. 25 വർഷം കഴിഞ്ഞപ്പം അതെല്ലാം ചത്തുകെട്ടുപോയി. അത്ര ഇടിയിരിക്കുന്ന പോലീസൊക്കെ ഉണ്ട്, കഴിവും കഴിവത്തും ഉള്ളവർ. അന്ന് അങ്ങനെ പുറത്തുനിന്നൊക്കെ വന്ന് ആരാണെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ആ പോലീസുകാരൊന്നും അറിയത്തില്ല, എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പോകുന്ന ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നവന്മാരെ എങ്ങനെയും ഇറക്കാൻ പറ്റുമെന്ന് അറിയാൻ ഓരോരുത്തർ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ ചെല്ലുമ്പോൾ കേസ് കെട്ടൊക്കെ അറിയുന്നുണ്ട്. ഞാൻ പറയാം, നീ വേറെ പണി നോക്ക്, എന്നെ വിട്ടേക്കാൻ പറയാം, ഞാനങ്ങ് പോകും. അങ്ങനെയാണ് എനിക്ക് വന്ന ഒരു 2006-2007 കാലത്താണ് ഈ ഗുണ്ട ഗ്യാങ്ങുകളെ പൂർണ്ണമായിട്ടും പരിച്ഛേദമായിട്ടും തകർത്ത് കളയുന്നത്. പിന്നെ ചെങ്ങന്നൂർ ഇന്ന് വരെ ഇപ്പൊ ഇക്കാലത്തും ഗുണ്ട ഗ്യാങ്ങുകളില്ല. ഗുണ്ടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിൽ ആ കാലത്ത് ഒരു പഴയ ചുണ്ടയാണ് ഇന്നലെ അനിയൻ ഞെക്കിക്കൊന്നെന്നും പറഞ്ഞിട്ട് ഇന്നലെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. കൊലപാതകം ചെങ്ങന്നൂരിൽ നിങ്ങൾ കണ്ടു കാണും ന്യൂസ്. അതൊക്കെ വഴിപഴിച്ചു പോയ ജീവിതങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പ്രതീക്ഷ വേണ്ട. അവൻ്റെ അന്ത്യം അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, വാളെടുക്കുന്നവൻ വാളാലെന്ന്. സമയം മുന്നോട്ട് പോവാണ്, നോക്കട്ടെ. കഥ പറഞ്ഞു പോകുമ്പം ഒരുപാട് സമയം അങ്ങ് ആകരുതല്ലേ. 14 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനിയും കുറച്ച് കഥകൾ പറയാം. ഈ ഗുണ്ട ഗ്യാങ്ങുകളെ എല്ലാം വളർത്തിക്കൊണ്ട് വന്നതും ചെങ്ങന്നൂരിൽ അക്കാലം മുതൽ ഇക്കാലം വരെയും
ഇപ്പോഴാണ് ചെങ്ങന്നൂരിൽ ചോദിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല. കാര്യം ഞാൻ 2014 മുതലെങ്ങണ്ട് ഞാൻ സർവ്വതും ഉപേക്ഷിച്ച് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്ത് കണ്ടു കഴിഞ്ഞാലും ഞാൻ മിണ്ടാതായി. അപ്പൊ ഇന്ന് ചെങ്ങന്നൂരിലെ ഒരു കഥകളും പുറത്തോട്ട് വരാത്തത് കൊണ്ടാണ്. അല്ല, ചെങ്ങന്നൂരില് ഇത്തരം അക്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. പറയാൻ ആർജവമുള്ളവരാരും ഇല്ല, ആരും പറയത്തില്ല. അക്കാലത്ത് തുടങ്ങിയ മണ്ണെടുപ്പ് ഇന്നും ചെങ്ങന്നൂരിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ചെങ്ങന്നൂരിലെ ആറ്റിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മണൽ പോകുന്നുണ്ട് രാത്രികാലങ്ങളിൽ. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടത്തില്ല. സാധാരണക്കാർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഭാവം. പിന്നെ രാഷ്ട്രീയ നായകർക്ക് അവന് ഓൾറെഡി കസേരയും സൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പം പിന്നെ അവനെന്തിനാ ഇതൊക്കെ തിരക്കുന്നത്? പിന്നെ ഇത് തന്നെയല്ല വീതം കിട്ടും. ഈ വീതത്തിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ മണ്ണുകാർക്കെതിരെയും മണലുകാർക്കെതിരെയും വ്യാജച്ചാരായത്തിനെതിരെയും ഈ ഗുണ്ടാ ഗ്യാങ്ങുകൾക്കെതിരെയും പ്രവർത്തിക്കുന്ന സമയത്ത് മണ്ണെടുപ്പുകാർ ഒരു കായംകുളത്തോ അരിപ്പാട്ടൊന്നും കണ്ടുള്ള ഒരു ഗ്യാങ് വന്ന് ഒരു വലിയ മുതലാളി, ആളുടെ പേരൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല, വെറുതെ കേസിന് പോകണ്ടല്ലോ. ഈ ഞാനതാ പറഞ്ഞ ഈ കഥയിൽ കഥാപാത്രങ്ങളില്ലെന്ന്, ചുമ്മാ ഒരു സ്റ്റോറി അങ്ങ് പറഞ്ഞു പോവുക. കഥാപാത്രങ്ങൾ വേണ്ട. എന്തിനാ കഥാപാത്രങ്ങൾ? ഞാൻ കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ നിക്കറി കയറുമെന്നുള്ളതല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവന്മാരൊക്കെ ഫ്രൗഡുകൾ, ഇവന്മാരുടെയിലൊക്കെ ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയുണ്ട്. ഇവന്മാർ ഇമ്മാതെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുത്താൽ മതി, എനിക്കെതിരെ പോലീസ് കേസെടുക്കാനാണെങ്കിൽ മുട്ടി നിൽക്കുക. അപ്പം അങ്ങനെ അവൻ്റെ സ്ഥലപ്പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ചിലപ്പോൾ അറിയും ചിലരൊക്കെ. ഈ അരിപ്പാട്ടുകാരനായ ഈ മഫിയ വലിയ വമ്പൻ മഫിയാണ്. റെയിൽവേയുടെയൊക്കെ പണിയെടുത്ത് ചെയ്യുന്ന അവനായിരുന്നു അക്കാലത്ത്. ഇവൻ ചെങ്ങന്നൂരിലൊരു പല വന്ന് കോൺട്രാക്ട് എടുക്കുന്ന മലയിൽ മണ്ണെടുപ്പ് തുടങ്ങിയപ്പം നാട്ടുകാരുടെ ചില പ്രതിഷേധമൊക്കെ വന്നാൽ അതൊന്നും വേശത്തില്ല. അങ്ങനെ ചില ആൾക്കാർ എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ഇന്ന പോലെ ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെതായ വഴികൾ കണ്ടെത്തി കഴിഞ്ഞുടനെ അപ്പോൾ ഒരു സ്റ്റോറി ഞാൻ പറയാം. നിങ്ങൾക്കറിയാമോ, എൻ്റെ അക്കാലത്തെ കഴിവും ശക്തിയും അറിവും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു കഥ പറയാം. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ സർക്കാർ സർവീസിൽ ഇരിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാനത്ത് ഇരിക്കാതെ തന്നെ വെറും ഒരു സാധാരണ പൗരനായിട്ട് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ കയറി നിങ്ങളുടെ വില്ലേജ് ഓഫീസിലെ രേഖകൾ ഔദ്യോഗികമായിട്ട് പരിശോധിക്കാനുള്ള ആംബിയറുള്ള ഏതെങ്കിലും ഒരു മോൻ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടോ? എൻ്റെ വില്ലേജ് ഓഫീസിൽ ഞാൻ അപേക്ഷ കൊടുത്ത്, വിവരാവകാശ നിയമത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അതൊക്കെ നടപ്പാകുന്നുണ്ടല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ വില്ലേജ് ഓഫീസിൽ വലിയ അധികാരികളെ പോലെ യഥാർത്ഥത്തിൽ ഒരു പൗരൻ അങ്ങനെ ആയിരിക്കണം, ഒരു സിറ്റിസൺ അങ്ങനെ ആയിരിക്കണം. ഞാൻ അപേക്ഷ കൊടുത്ത് എനിക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ഒരുക്കി തന്ന് വില്ലേജ് ഓഫീസർമാര് എന്നെ താണു വണങ്ങി ഞാൻ അകത്ത് കയറിയിരുന്ന് 3 മണിക്കൂറാണ് രേഖകൾ പരിശോധിച്ചത്. എനിക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നത്തെ എൻ്റെ പേരിന്റെ കഴിവതായിരുന്നു. എൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ചെങ്ങന്നൂരിലെ മഫിയകൾ, ഫ്രൗഡുകൾ വിറയ്ക്കുമായിരുന്നു, കിടുങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ ജീവിക്കുന്ന സമയത്താണ് ഈ നമ്മൾ പറഞ്ഞ ഹരിപ്പാട്ടുകാരൻ മണ്ണെടുപ്പുകാരൻ അവിടെ വന്നൊരു മല മാന്താൻ തുടങ്ങി. നാട്ടുകാരാകുന്ന പണി 56 പയറ്റിട്ട് മാന്തലിനൊരു കുറവുമില്ല. അവൻ വേണ്ട പ്രോത്സാഹനം ചെങ്ങന്നൂരിൽ നിന്ന് തന്നെ ഉണ്ട്. ചെങ്ങന്നൂരിലെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, കക്കാനും നിൽക്കാനും അറിയാവുന്ന നേതാക്കന്മാർ. അതവരതിൻ്റെ ആ ലാഘവത്തിൽ അങ്ങ് നിന്ന് കളിച്ചോളും. അങ്ങനെ ഈ മണ്ണെടുപ്പ് രൂക്ഷമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് വന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നതുപോലെ ചെയ്ത് സംഭവം മുടങ്ങും. അത് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളങ്ങനെ ചുടുവിൽ വന്ന് ഇതൊന്നും കണ്ട് പഠിച്ചുകൊണ്ട് പോകണ്ട. അങ്ങനെ ആ വഴിക്കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ ഈ മണ്ണെടുപ്പ് ബ്ലോക്കായി. ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് RDOയുടെ നേതൃത്വത്തിൽ ഇതിനൊരു ചർച്ച വെച്ചു. പക്ഷെ സമയത്ത് RDOയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ചുമതല അന്നിരുന്നൊരു തഹസീൽദാരുടെ പേര് ഞാൻ പറയാം, ഒരു സ്ത്രീയായിരുന്നു, ലതാമ്മ. ഞാൻ മറക്കത്തില്ല അവരുടെ പേര്. കാര്യം അവരെ അവിടെ ഇട്ട് ഈ മഫിയകളുടെ ആൾക്കാരെല്ലാം കൂടെ തല്ലിക്കൊല്ലാൻ നോക്കിയാണേ. നമ്മുടെ അന്നത്തെ പോലീസ്, എങ്ങനെയല്ല പോലീസ്, 10-12 പോലീസ് അവിടെ കാവൽ നിൽപ്പുണ്ടായിരുന്നു. അവര് മറ്റേ കഴയം പിടിച്ച് അവിടെ നോക്കുകുത്തിയായിട്ട് നിന്നുടനെ ഞാൻ ഈ ഒറ്റ തടിയും കൊണ്ടാണ് ഞാൻ നിന്നിട്ട് അവരെ കയ്യേറ്റം ചെയ്യരുത്, അവരെ തല്ലരുതെന്നും പറഞ്ഞ് ആ ഹാളിൽ നിന്ന് ഞാൻ പുറത്ത് കൊണ്ടുവന്ന് അവരുടെ വണ്ടിയെ കൊണ്ടുവന്ന് കയറ്റി അവരെ കയറ്റി വിട്ടത്. അതിൻ്റെ ഒരു നന്ദി ആ ലതാമയ്ക്ക് ഇപ്പോഴും കാണും. അതുകൊണ്ട് ലതാമ ഞാനും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് അവർ RDO ഒക്കെ ആയിട്ടാണ് പിന്നെ പ്രൊമോഷനായി ആണ് പെൻഷനായെന്ന് അറിയുന്നത്. ഇപ്പം എന്ത് ചത്ത കൊണ്ടോന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ
ഞാനാ പോയി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ ഇവർ കോൺഗ്രസ്സുകാരും CPM-കാരും തമ്മിൽ അടിയായി. അവർ രണ്ട് കൂട്ടരാണ് അവിടെ ഉള്ളത് പ്രധാനമായിട്ട്. തമ്മിൽ അടിയായിട്ടാണ് ആ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതാണ്. ഈ ചർച്ചയിൽ എന്നെ വിളിച്ചതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നിരുന്ന സത്യസന്ധരായിട്ടുള്ള ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, കളക്ടർക്ക്, RDOയ്ക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാണ് എനിക്ക് നോട്ടീസ് തന്നാണ്. ഇന്ന പോലെ ഒരു മീറ്റിംഗ് ഉണ്ട്, പൊതുസമ്മേളനമാണ്, നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയത്, ക്ഷണിക്കപ്പെട്ടു പോയതാണ്. വേറെ പരിസ്ഥിതിവാദികളും രാഷ്ട്രീയക്കാരും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കോൺഗ്രസ്സുകാരും CPM-കാരും കൂടെ രണ്ടുപേർക്കും വീതം കിട്ടുന്നതിനകത്തെ പ്രശ്നങ്ങളായിരുന്നു. തമ്മിൽ തല്ലും പ്രശ്നമായി. അങ്ങനെ തഹസിൽദാറിനെ കൈവെക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റിയത്. പോലീസുകാർ ഇല്ല കടയും കുത്തിപ്പിടിച്ചുകൊണ്ട് നോക്കി നിന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പം അതിനുശേഷം ഞാനിഞ്ഞ് വീട്ടിൽ വന്ന് നിങ്ങളോട് പറയുന്നത് അക്കാലത്തൊക്കെ ഞങ്ങൾ പിന്നെ മക്കളൊക്കെ കൊച്ചു പിള്ളേരാണ്. പാല് സ്ഥിരം മേടിക്കും. മിനിമം 1 ലിറ്റർ പാലാണ്. അത് നമ്മൾ എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും പാല് മേടിക്കും. പാല് ഈ വടക്കേന്ത്യയിലൊക്കെ ജീവിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പാലൊരു പ്രധാന ഭക്ഷണമാണ് ഞങ്ങൾ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞുണ്ട്. ഒരു 2 മണിയായ എണ്ണെ ഒരു 5-6 പേര് അവിടെ കയറി വന്നു. ഈ പറഞ്ഞ വലിയ കോൺട്രാക്ട് അവൻ്റെ ശിങ്കിടികൾ ഒക്കെ ആയിട്ടാണ് ഈ 5-6 പേര് കയറി അവിടെ വന്നു. പെണ്ണുമ്പിള വന്ന് എന്നെ വിളിച്ചു കണ്ട് ഇങ്ങനെ ആരണ്ട് കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ ചെന്ന്, എന്താ? ഞങ്ങൾ സാറിനെ ഒന്ന് കാണാൻ വന്നു. എന്നെ എന്തിനാ കാണുന്നത്? അല്ല സാറേ, പിന്നെ ആ മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞിരിക്കും. അവിടെ നമുക്കൊരു ചെറിയ ആപ്പീസ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിനകത്തോട്ട് കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച്, നിങ്ങൾ നിയമപ്രകാരം മണ്ണെടുക്കുകയാണെങ്കിൽ ആ മല അങ്ങനെ മുച്ചൂടെ മുടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ വേറെ കിട്ടുന്നിടത്ത് എവിടെ നിന്നെങ്കിലും എടുക്ക്, ആ സ്ഥലവും വിട് എന്ന് പറഞ്ഞാണ് ആ മല അന്ന് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചെങ്കിലും ഇന്ന് ആ മലയില്ലെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. ഭൂതംകുന്ന് മലയെന്ന് പറയും. ഇന്ന് ഭൂതംകുന്ന് മലയൊന്നും ഇല്ല, ഭൂതംകുന്ന് കുഴിയായി ഇപ്പോൾ. അത് പോട്ടെ. അങ്ങനെ സംസാരം തുടങ്ങി. ഇയാൾ എന്നോട് പറഞ്ഞു, സാറേ ഇത് 5 ലക്ഷം രൂപ ഉണ്ട്. ഒരു സൂട്ട് കേസിനകത്ത് വേണം, ചെറിയ സൂട്ട് കേസ്. അത് തുറന്ന് കാണിച്ചിട്ട് അതുപോലെ അവിടെ ഒരു മേശ, എൻ്റെ കമ്പ്യൂട്ടറൊക്കെ വെച്ചേക്കുന്ന ഒരു മേശ അവിടെ കിടപ്പുണ്ട്, അതിലോട്ട് ഇത് വെച്ചു. ഞാൻ ആ കമ്പ്യൂട്ടറിനോട് ആ മേശയോട് ചേർന്നുള്ള ഒരു കസേരയിൽ ഞാനിരിക്കുന്നത്, മറ്റുള്ളവർ ഇങ്ങനെ പല കസേരകളിലായിട്ടിരിക്കുന്നു. ആ മുറിക്കകത്തൊരു കട്ടിൽ കിടപ്പുണ്ട്, ആ കട്ടിലും ഒക്കെ ആയിട്ട് ഇവർ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റ് അല്ലേ, ഭഗവാന് തുല്യരല്ലേ, എൻ്റെ പെണ്ണുമ്പിള്ള പാവക്കാരിയാ. അവൾ ഉടനെ കണ്ട് ചായ, ഒരു 5-6 പേർക്ക് ചായയൊക്കെ ആയിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരും. അവൾ വന്ന് ഈ വാതില് ഒരടി പൊക്കത്തിലാണ്, അതായത് മുറ്റത്തിനെക്കാട്ടി ഒരടി പൊക്കത്തിലാണ് വാതിലേക്ക്. ആ പടിയലിട്ട് വന്ന് നിന്നിട്ട് അവൾ ചോദിച്ചു, അത്തോട്ട് കയറാതെ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇതേണ്ട ചായ എന്ന് പറഞ്ഞു. അപ്പം ഞാനിരിക്കുന്നത് തൊട്ട് അതിൻ്റെ ഇച്ചിരി ഇപ്പുറത്താണ്. ഞാൻ ചോദിച്ചു, ആർക്കടി ചായ? അത് വന്നവർക്ക്. ഞാൻ 4 മണിക്കൂർ അടി വെച്ച് കൊടുത്ത ചായക്കും ഗ്ലാസ്സിനും എല്ലാം കൂടെ. ഞാൻ പറഞ്ഞ്, ഈ നാട്ടിൽ വന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ കയറി വന്ന് എനിക്ക് വില പറയുന്ന ഈ തെണ്ടികൾക്കൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്തിട്ടാണെന്ന് ചായ കുടിപ്പിക്കുന്നത്. അപ്പോൾ ഇവന്മാർ ഈ ഓഫർ ചെയ്ത കാശിനോടുള്ള കലിപ്പ് കാരണമാണ് ഞാൻ ആ പ്രവൃത്തി അങ്ങ് സംഭവിച്ചു പോയതാ കേട്ടോ. അന്നത്തെ അറിവില്ലായ്മയും കഴിവില്ലായ്മയൊക്കെ ഒരു ഘടകം തന്നെയാണ്. ഞാൻ 4 മണിക്കൂർ അടി വെച്ച് കൊടുത്തു. അവളില്ല ഒരു പ്ലേറ്റിനകത്താ, ഈ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റില്ലേ, അതിനകത്താണ് ഈ ഗ്ലാസ്സെല്ലാം കൂടെ ചായ നിറച്ച് കൊണ്ടുവന്നത്. ചായ എല്ലാം കൂടെ നിറച്ചൊക്കെ താഴെ പോയി. ഇവന്മാർക്ക് ഞെച്ചള്ളിലേക്ക് ഓരോ അടി കൊടുത്ത മാതിരിയായി. കാര്യം അതല്ലാതെ ഇവന്മാരെ തല്ലാൻ എന്നുള്ള ആംബിയർ എനിക്കില്ല. പക്ഷേ ഇവന്മാരെ ചായ കുടിപ്പിക്കരുതെന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ കാല് വെച്ച് ആ ഒരു അടി വെച്ച് കൊടുത്തത്. അവിടെ കൈ ഇങ്ങനെ ഇരിക്കല്ലേ പ്ലേറ്റ്, ആ പ്ലേറ്റിന് അടിയുണ്ട്. എല്ലാം കൂടെ തെറിച്ച് താഴെ പോയി. ഗ്ലാസ്സെല്ലാം പൊട്ടി, അത് വേറെ സത്യം, അത് പോട്ടെ. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ ഇവനെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ്, സാറേ നടക്കത്തില്ലയോ? ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, തൽക്കാലം എനിക്ക് നീ ഒന്നും വില പറയുകയും വേണ്ട, പെട്ടിയെടുക്കുക, സ്ഥലം വിടുക. ഇത്രയും നേരം ഇവിടെ സംസാരിച്ച മുഴുവൻ എൻ്റെ കമ്പ്യൂട്ടറിൽ റെക്കോർഡായിട്ടുണ്ട്. ഞാൻ പുറത്ത് വിടണ്ടെന്നുണ്ടെങ്കിൽ കൂതി മൂടി സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഒരക്ഷരം ഇനി മിണ്ടരുതെന്ന് പറഞ്ഞു. അവന്മാര് മിണ്ടാന്നങ്ങ് ഇറങ്ങിപ്പോയി. അപ്പം അതിനകത്ത് നിന്ന് ലാസ്റ്റിലൊക്കെ ഇറങ്ങി 1-2 പേർക്കൊക്കെ എന്നെ ഒന്ന് ചൊറിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. നേതാവ് പറഞ്ഞ്, ഈ കോൺട്രാക്ട് പറഞ്ഞ്, വേണ്ട, അത് ക്യാമറയൊക്കെ കാണും, പണിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയി.
അപ്പൊ ഞാൻ പറയുന്നത് അന്ന് ഒന്നുമല്ല, ഞാൻ വെറും ഒരു സാധാരണക്കാരനായിരുന്ന അല്പ പ്രതികരണ ശേഷി എനിക്കുണ്ടെന്നേ ഉള്ളൂ. അതല്ലാതെ ഒരു സർക്കാരിന്റെ സ്ഥാനമാനങ്ങളും ഇല്ലാത്ത ഒരു പഞ്ചായത്തിന്റെ ഒരു പിന്നെ MLA-യുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭാഗമല്ലാഞ്ഞ എനിക്ക് 5 ലക്ഷം രൂപ ഓഫർ എൻ്റെ വീട്ടിൽ കൊണ്ട് തരണമെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങളുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന ഓരോ അവന്മാരും എത്ര ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ടാകും. അങ്ങനെ മേടിച്ച ലക്ഷങ്ങളിലാണ് ഇന്ന് ഇവന്മാരെല്ലാം ജീവിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. കഥ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് എൻ്റെ മൂഡ് ഓഫ് ആയി തുടങ്ങി. ഇനി ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും.